എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കൂടും. നമ്മുടെ കുടുംബശ്രീ സാരഥ സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡായിരുന്നു. നമ്മുടെ രാഘവൻ നായർ ശാലിനെ കാണാൻ പോകുന്നതും അങ്ങനെ ശാലിനോട് സംസാരിക്കുന്നതും സത്യഭാമയുടെ തന്നോടുള്ള വിരോധം മാറ്റാൻ എന്തോ കരട് കയറിയിട്ടുണ്ട്, അത് മാറ്റണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതും പിന്നീട് നമ്മുടെ സുസ്മിതയും ചന്ദ്രബോസും ADM സാറും കൂടെ പുതിയ പദ്ധതികൾ ഒരുക്കുകയാണ്. ശാലിനിനെ എങ്ങനെ ഇല്ലാതാക്കണം, അതാണ് അവർക്ക് വേണ്ടത്. ലേലത്തിൽ വീട് വയ്ക്കുന്ന സമയത്ത് ശാലിനിയുടെ ഒരു സാന്നിധ്യം പോലും അവിടെ പാടില്ല. അതിനുവേണ്ടി പുതിയ കരുക്കളൊക്കെ അവർ നീക്കുകയാണ്. അതിനുവേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സുസ്മിത പറയുന്നത് അന്നേരം കൊന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം? അപ്പം നമ്മുടെ ചന്ദ്രബോസ് പറയുന്നത് എന്തായാലും അവൾക്കിട്ടൊരു പണി കൊടുക്കുക തന്നെ വേണമെന്ന് പറയുന്നു. അങ്ങനെ അവർ പുതിയ ശാലിനിക്കൊട്ടുള്ള പുതിയ പദ്ധതിയുമായി ഇറങ്ങിത്തിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ നൂറാണെങ്കിൽ നമ്മുടെ സത്യഭാമയ്ക്ക് കൃഷ്ണവിഗ്രഹമൊക്കെ കൊണ്ട് സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ സത്യഭാമയ്ക്ക് വളരെ സന്തോഷമാകുന്നു. അപ്പോൾ സത്യഭാമ ചോദിക്കുന്നു, മോളെ കല്യാണത്തിൻ്റെ കാര്യം എന്തൊക്കെയാണ്? അപ്പോൾ നൂറ് പറയുന്നത് എനിക്ക് പഠിക്കാനാണ് ഇഷ്ടം, പക്ഷേ എൻ്റെ ബാപ്പയ്ക്ക് എന്നെ ഇപ്പോൾ കെട്ടിച്ചു വിടണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഈ നൂറിനോട് നമ്മുടെ സത്യഭാമയ്ക്ക് വളരെ ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷേ സത്യഭാമയുടെ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. പിന്നീട് നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ശാലിനെ തിരികെ വീട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ രണ്ടുപേരും ശാലിനെ ഇറങ്ങി വരുന്നത് കാണുകയാണ്. അപ്പോൾ നമ്മുടെ സത്യമോക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നു ശാലിനെ കണ്ട്. അമ്മ വന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി ചാടി തുള്ളി അങ്ങ് പോവുകയാണ്. അങ്ങനെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ പപ്പിമോള് പറയുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല, എന്നെ എപ്പോഴും വഴക്ക് പറയും. അത് കുഞ്ഞിൻ്റെ മനസ്സിൽ നന്നായിട്ട് കയറിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പപ്പിമോള് ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് അത് പറയുന്നത്. അത് ശാലിനിക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവളുടെ അനിയത്തിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് അവർക്ക് രണ്ടുപേർക്കും, അമ്മയ്ക്കും പിന്നെ ശാലിനിക്ക് മനസ്സിലാവുന്നത്. കാരണം ആ കുഞ്ഞുള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ രോഹിത് അവളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് തന്നെ. ശരിക്കും അവളുടെ ഉള്ളിൽ ആ ഒരു ഇത് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുഞ്ഞിനോട് എപ്പോഴും ദേഷ്യപ്പെടുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നത്. പപ്പിമോൾ എന്ത് ചെയ്താലും അത് തെറ്റായിട്ടാണ് നമ്മുടെ ശാലിനിയുടെ അനിയത്തി കാണുന്നത്. അപ്പോൾ നമ്മുടെ ശാലിനിക്കും അത് വിഷമമാവുന്നു. കാരണം സ്വന്തം കുഞ്ഞു ചോരയാണല്ലോ അത്. അവൾ മാത്രം വഴക്ക് പറയുമ്പോൾ അത് അവൾക്ക് വിഷമമാവുന്നുണ്ട്. അങ്ങനെ ശാലിനി തിരികെ വന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ ചന്ദ്രബോസ് അടുത്ത പദ്ധതിയുമായിട്ട് ഇറങ്ങുന്നുണ്ട്. ശാലിനിയുടെ മനസ്സിൽ ഒറ്റ ഉദ്ദേശമുള്ളൂ, എങ്ങനെയെങ്കിലും ആ ലേലത്തിൽ നിന്ന് വീട് വീണ്ടെടുക്കണം എന്നുള്ളത്. അതൊക്കെയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്നത്. അപ്പോൾ പുതിയ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.